നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. ഓഗസ്റ്റ് 5 ചൊവ്വ 2025 വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് ഇന്ന് 3 ജില്ലകൾ റെഡ് അലർട്ട്. എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളാണ് ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 204.4 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് അതിതീവ്രമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. നാളെ തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ, മറ്റന്നാൾ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള തീരത്ത് 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുകയാണ്. തെക്കൻ കേരള തീരത്ത് കടലാക്രമണത്തിനും സാധ്യത ഉണ്ട്. രണ്ട് കൂട്ടർ തമ്മിലുള്ള പരസ്പര വാശിയാണ് കേരള സർവകലാശാലയിലെ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് ഹൈക്കോടതി. ഇരു കൂട്ടരുടെയും നീക്കങ്ങൾ ആത്മാർത്ഥയോടെ അല്ലെന്നും ഇതുവഴി വിസിയും രജിസ്ട്രാറും വിദ്യാർത്ഥികൾക്കും വണ്ടർഫുൾ ഉദാഹരണങ്ങൾ സമ്മാനിക്കുകയാണെന്നും സിംഗിൾ ബെഞ്ച് നിരീക്ഷിച്ചു. തന്റെ ചുമതല മറ്റൊരാൾക്ക് നൽകിയ വൈസ് ചാൻസലറുടെ നടപടി ചോദ്യം ചെയ്ത രജിസ്ട്രാർ അനിൽകുമാർ നൽകിയ ഹർജിയാണ് ഹൈക്കോടതി പരിഗണിച്ചത്. ഛത്തീസ്ഗഡ് വിഷയത്തിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന് നന്ദി പറയാൻ മാരാർജി ഭവനിലേക്ക് കേക്കുമായി ക്രൈസ്തവ നേതാക്കൾ. വിവിധ ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മയായ ആക്സിന്റെ ഭാഗമായ പ്രതിനിധികളാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷനെ സന്ദർശിച്ചത്. ജാമ്യത്തിൽ പുറത്തിറങ്ങിയ കന്യാസ്ത്രീകൾ നിലവിൽ ദില്ലി രാജരായിലുള്ള മഠത്തിലാണ് ഉള്ളത്. കന്യാസ്ത്രീകളുടെ ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെയായിരിക്കും നടക്കുക. ഓണത്തിന് കാർഡൊന്നിന് സബ്സിഡി നിരക്കിൽ 2 ലിറ്റർ വെളിച്ചെണ്ണ നൽകുമെന്ന്, വെളിച്ചെണ്ണ ഇനി വില കുറയുമെന്നും മന്ത്രി GR അനിൽ. വിപണിയിലെ മോശം വെളിച്ചെണ്ണ കണ്ടെത്താൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന കർശനമാക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചർച്ചകളും വിമർശനങ്ങളും ഉയർത്തുന്നത് കൂടുതൽ മെച്ചപ്പെടാൻ വേണ്ടിയാണെന്നും ഇത് തകർക്കാനല്ലെന്നും സപ്ലൈകോയിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. TP കേസ് പ്രതി കൊടിസുനിയുടെയും സംഘത്തിന്റെയും പരസ്യമതിവാദത്തിൽ കേസെടുക്കാതെ പോലീസ് നടപടി ന്യായീകരിച്ച CPM നേതൃത്വം വീഴ്ചയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തുവെന്ന് സ്പീക്കർ AN ഷംസീറും P ജയരാജനും പ്രതികരിച്ചു. അതേസമയം പരോൾ ഉൾപ്പെടെ മുടങ്ങുന്ന സാഹചര്യം ഒഴിവാക്കാനാണ് TP വധക്കേസ് പ്രതികൾക്കെതിരെ കേസെടുക്കാത്തതെന്ന് MLA KK രമ ആരോപിച്ചു. വിവാദങ്ങൾക്കിടെ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ മറ്റൊരു പ്രതിക്ക് കൂടി പരോൾ അനുവദിച്ചു. TK രജീഷിനാണ് 2 ദിവസം മുമ്പ് പരോൾ അനുവദിച്ചത്. എറണാകുളം വിട്ടുപോകുന്ന അവസ്ഥയിലാണ് പരോൾ നൽകിയിരിക്കുന്നത്. കൊടിസുനിയുടെ മദ്യപാനം വിവാദമായതിനിടെയാണ് രജീഷിന് പരോൾ അനുവദിച്ചത്. ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന TP കേസ് പ്രതികൾ മദ്യപിച്ച സംഭവത്തിൽ പ്രതികരണവുമായി ജയിൽ ഉപദേശ സമിതി അംഗം P ജയരാജൻ. തടവ് പുള്ളികൾ അച്ചടക്കം പാലിക്കാൻ ബാധ്യസ്ഥരാണെന്നും കൊടിയാണെങ്കിലും വടിയാണെങ്കിലും നടപടിയുണ്ടാകുമെന്നും ബന്ധുക്കൾ അത്യാസന്ന നിലയിൽ കിടക്കുന്ന കാര്യങ്ങൾ പരിഗണിച്ചാണ് TK രജിസ്റ്ററിന് പരോൾ നൽകിയെന്നും P ജയരാജൻ പറഞ്ഞു. TP കേസ് പ്രതികൾ ജയിൽ പ്രമാണിമാരായി എന്നും ജയിലുള്ളിൽ രക്തസാക്ഷി മണ്ഡപം ഉണ്ടാക്കിയെന്നും കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. കേരളത്തിൽ മാത്രമേ ഇത് നടക്കൂ എന്നും പോലീസുകാർക്ക് പോലും ഇവരെ ഭയമാണെന്നും തൊട്ടാൽ പൊള്ളും എന്ന് പോലീസിന് അറിയാമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിമർശിച്ചു. ഭരിക്കുന്നവർ ക്രിമിനലുകൾക്ക് ഒപ്പമാണെന്നും മറുപടി പറയേണ്ടത് സർക്കാരെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കുറ്റപ്പെടുത്തി. പത്തനംതിട്ട സെന്റ് ജോസഫ് HS നാരായണമൂഴിയിലെ അധ്യാപകരുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും സമയബന്ധമായി വിതരണം ചെയ്തതിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരന് സസ്പെൻഷൻ. പത്തനംതിട്ട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ PA ആയ അനിൽകുമാർ NG, സൂപ്രണ്ടായ ഫിറോസ് S, സെഷൻ ക്ലർക്കായ ബിനി R എന്നിവരെ 1960 കേരള സിവിൽ സർവീസ് ചട്ടങ്ങൾ പ്രകാരം അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവ് പുറപ്പെടുവിച്ചു. പ്രേംനസീറിന്റെ മകനും നടനുമായ ഷാനവാസ് അന്തരിച്ചു. 71 വയസ്സായിരുന്നു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് അന്ത്യം. 50-ലധികം സിനിമകളിലും ടെലിവിഷൻ പരമ്പരകളിലും അഭിനയിച്ചിട്ടുണ്ട്. കുറച്ചു വർഷമായി വൃക്ക ഹൃദയ സംബന്ധമായ അസുഖങ്ങളുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ആരോഗ്യനില ഗുരുതരമായതോടെയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. സംസ്കാരം ഇന്ന് വൈകുന്നേരം പാളയം ജമാഅത്ത് ഖബർസ്ഥാനിൽ നടക്കും. RSS നേതാവ് C സദാനന്ദൻ വധശ്രമ കേസിലെ പ്രതികൾക്ക് ജയിലിലേക്ക് യാത്രയയപ്പ് നടത്താനെത്തി KK ശൈലജ MLA. CPMകാരനായ പ്രതികളായ യാത്ര അയക്കാനാണ് പഴശ്ശി സൗത്ത് ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ ശൈലജ എത്തിയത്. തന്റെ കാലുകൾ വെട്ടിയ കേസിലെ പ്രതികൾക്ക് ജയിലിലേക്ക് പോകും മുമ്പ് യാത്രയയപ്പ് നൽകിയുമായി ബന്ധപ്പെട്ട CPM നേതാവും MLAയുമായ KK ശൈലജയ്ക്കെതിരെ C സദാനന്ദൻ MPയുടെ വിമർശനം. ജയിലിലേക്ക് പോകുന്ന പ്രതികൾ വലിയ യാത്രയയപ്പ് നൽകിയതും അതിൽ മുൻ മന്ത്രി KK ശൈലജ ഉൾപ്പെടെ പങ്കെടുത്തതും ദൗർഭാഗ്യകരമെന്നും അദ്ദേഹം ദില്ലിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അടൂർ ഗോപാലകൃഷ്ണനെ പിന്തുണച്ച് മുകേഷ് MLA. അടൂർ പറഞ്ഞതൊക്കെയും നല്ല ഉദ്യോഗസ്ഥരാണെന്നും ഗുരുക്കന്മാർ പറഞ്ഞു കൊടുക്കുന്നതിൽ എന്താണ് തെറ്റെന്നും മുകേഷ്. ചെറുപ്പക്കാർ സിനിമയിലേക്ക് കയറി വരണമെന്ന ഉദ്ദേശമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരു ഇന്റർവ്യൂ നടത്തുകയും ആവശ്യമെങ്കിൽ 3 മാസത്തെ പരിശീലനം നൽകണം എന്നുമായിരിക്കാം പറഞ്ഞത്. അറിഞ്ഞുകൂടാത്തത് സ്ത്രീകൾക്ക് പരിശീലനം നൽകുന്നത് നല്ലതാണ്. അത് തന്നെയാണ് തൻ്റെയും അഭിപ്രായമെന്നും മുകേഷ് MLA പറഞ്ഞു. അടൂർ ഗോപാലകൃഷ്ണന് മറുപടിയുമായി ഗായിക പുഷ്പാവതി.
താൻ ദളിത് സമൂഹത്തിൻ്റെ പ്രതിനിധിയാണെന്നും വലിഞ്ഞു കയറിയല്ല സിനിമയിൽ കോൺക്ലേവിന് പോയതെന്നും സർക്കാർ ക്ഷണിച്ച പ്രകാരമാണെന്നും പുഷ്പവതി പറഞ്ഞു. സിനിമാ സംവിധാനം അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ പരാമർശം കേസെടുക്കാവുന്ന കുറ്റകരമാണെന്ന് കെ രാധാകൃഷ്ണൻ എം പി. പിന്നോക്ക ഭാഗത്തെ നിരുത്സാഹപ്പെടുന്ന സമീപനമാണ് അടൂർ എന്ന വിഖ്യാത സംവിധായകൻ്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. അടൂർ ഇങ്ങനെ പറയുമോ എന്നാണ് ആദ്യം ചിന്തിച്ചതെന്നും എം പി പറഞ്ഞു. കേരളത്തിലെ മലയോര മേഖലകളിൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന് ഏർപ്പെടുത്തിയ നിരോധനം സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. ടെലിഫോൺ ചോർത്തൽ മുൻ MLA PV അൻവറിനെതിരെ കേസെടുത്ത് പോലീസ് ഹൈക്കോടതി ഉത്തരവിട്ടെന്നാണ് മലപ്പുറം പോലീസ് അൻവറിനെ പ്രതിയാക്കി കേസെടുത്തത്. പരാതിക്കാരനായ കൊല്ലം സ്വദേശി മുരുകേഷ് നരേന്ദ്രൻ മലപ്പുറം പോലീസ് സ്റ്റേഷനിൽ ഹാജരായി മൊഴി നൽകിയിരുന്നു. മലപ്പുറം ഗസ്റ്റ് ഹൗസിൽ കഴിഞ്ഞ സെപ്റ്റംബർ 1 നടത്തിയ വാർത്താ സമ്മേളനത്തിൽ താൻ പോലീസ് ഉദ്യോഗസ്ഥരുടെ അടക്കം പലരുടെയും ഫോൺ കോളുകൾ ചോർത്തിയിട്ടുണ്ടെന്ന് PV അൻവർ വെളിപ്പെടുത്തിയിരുന്നു. ആലപ്പുഴയിൽ നിർമ്മാണത്തിലിരിക്കുന്ന പാലത്തിന്റെ സ്പാൻ തകർന്നുകൊണ്ട് 2 മരണം. തൃക്കുന്നപ്പുഴ സ്വദേശി ബിനു, മാവേലിക്കര കല്ലുമല സ്വദേശി രാഘവ് കാർത്തിക് എന്നിവരാണ് മരിച്ചത്. ചെന്നിത്തല കീച്ചേരിൽ കടവ് പാലം തകർന്ന് 7 തൊഴിലാളികളാണ് വെള്ളത്തിൽ വീണത്. 5 പേർ നീന്തി കരയ്ക്കെത്തുകയായിരുന്നു. 2 പേരെ കാണാതായിരുന്നു. ഇവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. താരാസംഘടന അമ്മയിലെ മെമ്മറി കാർഡ് വിവാദം തെരഞ്ഞെടുപ്പ് തന്ത്രമെന്ന് നടി മാലാ പാർവതി. 2018 മുതൽ 2025 വരെ ഒരു ജനറൽ ബോഡിയിലും വിഷയം ഉന്നയിച്ചിട്ടില്ലെന്നും IC അംഗമായിരുന്ന തൻ്റെ മുന്നിലും പരാതി വന്നിരുന്നില്ലെന്നും മാലാ പാർവതി ഫേസ്ബുക്കിൽ കുറിച്ചു. ഹേമ കമ്മിറ്റിക്ക് മുന്നിലും ഇങ്ങനൊരു പ്രശ്നം പറഞ്ഞതായി കണ്ടില്ലെന്നും മാലാ പാർവതി പറയുന്നു. പൊന്നമ്മ ബാബു, പ്രിയങ്ക, ഉഷ തുടങ്ങിയവരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോപണമായി രംഗത്ത് വന്നത്. നടിമാർ ദുരനുഭവങ്ങൾ പറഞ്ഞ വീഡിയോ അടങ്ങിയ മെമ്മറി കാർഡ് കുക്കു പരമേശ്വരൻ്റെ കയ്യിലാണ് എന്നായിരുന്നു ആരോപണം. ശക്തന്മാർക്കെതിരെ പ്രതികരിക്കുമ്പോൾ ഭീഷണികൾ സ്വാഭാവികമാണ് എന്ന് ഇപ്പോഴത്തെ ആരോപണം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കുക്കു പരമേശ്വരനെ തോൽപ്പിക്കാനാണ് എന്ന് മാലാ പാർവതി പ്രതികരിച്ചു. പത്തനംതിട്ട കലഞ്ഞൂർ പൂമരുതി കുഴിയിൽ പുലി വീട്ടിലേക്ക് ഓടിക്കയറി വളർത്തുനായെ പിന്തുടർന്നാണ് പുലി വീട്ടിൽ കയറി ഇന്ന് ഉച്ച കഴിഞ്ഞ് 3:30 ഓടെയായിരുന്നു സംഭവം. പൊന്മേലിൽ രേഷ്മയുടെ വീട്ടിലേക്കാണ് പുലി ഓടിക്കയറി. സ്ഥലത്ത് കണ്ടെത്തിയ കാൽപ്പാടുകൾ പുലിയുടെ ആണെന്ന് വനം വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇടുക്കി തിങ്കൾക്കാട്ടിൽ 6 വയസ്സുകാരിയെ കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മാതാപിതാക്കൾ കുട്ടിയെ കാറിനുള്ളിൽ ഇരുത്തി ഏലത്തോട്ടത്തിൽ ജോലിക്ക് പോയതായിരുന്നു. തിരികെ എത്തിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയില്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ചേർത്തല ജൈൻമമ നിരോധന കേസിൽ പോലീസ് അറസ്റ്റിലായ സെബാസ്റ്റിൻ്റെ വീട്ടിൽ തെളിവെടുപ്പ് തുടർന്ന് സെബാസ്റ്റിൻ്റെ പുരയിടത്തിൽ നിന്ന് 20ഓളം അസ്ഥി കഷ്ണങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇവ കത്തിക്കറിഞ്ഞ നിലയിലുള്ളത്. കെയ്ഡാവർ നായയെ സ്ഥലത്തെത്തിച്ച് പരിശോധന നടത്തുകയാണ്. സെബാസ്റ്റിനെ ക്രൈംബ്രാഞ്ച് SP തലത്തിൽ ചോദ്യം ചെയ്യുന്നു. CPI മലപ്പുറം ജില്ലാ സമ്മേളനത്തിൽ പാർട്ടി നേതൃത്വത്തിന്റെ രൂക്ഷ വിമർശനമെന്ന് റിപ്പോർട്ടുകൾ. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിലേക്ക് നിർമ്മാതാവ് സാന്ദ്ര തോമസ് സമർപ്പിച്ച പത്രിക തള്ളി. കേരളത്തിലേക്ക് MDMA എത്തിക്കുന്ന കണ്ണിൽപ്പെട്ട വിദ്യാർത്ഥിനിയെ ബാംഗ്ലൂരിൽ നിന്ന് പോലീസ് പിടികൂടി. പാലാ സ്വദേശി അനുവിനെയാണ് ഫോർട്ട് പോലീസ് പിടികൂടിയത്. തിരുവനന്തപുരത്തേക്ക് 32 ഗ്രാം MDMA കടന്നിടെയാണ് മുട്ടത്തറ സ്വദേശി ഗോകുമാറിനെ ഫോർട്ട് പോലീസും ഡാൻസാമും ചേർന്ന് പിടികൂടുന്നത്. പാലക്കാട് രോഗിയുടെ ട്രിപ്പ് സൂചി അഴിച്ചത് ക്ലീനിംഗ് സ്റ്റാഫെന്ന് പരാതി. വടക്കേഞ്ചേരി കമ്മ്യൂണിറ്റി സെന്ററിലാണ് സംഭവം. 78-കാരിയുടെ ട്രിപ്പ് ക്ലീനിംഗ് സ്റ്റാഫ് അഴിച്ചെന്ന് ആരോപിച്ചാണ് പരാതിപ്പെട്ടിരിക്കുന്നത്. ജില്ലാ കളക്ടർക്കും മെഡിക്കൽ ഓഫീസർക്കുമാണ് വയോധികയുടെ കുടുംബം പരാതി നൽകിയിരിക്കുന്നത്. ധർമ്മസ്ഥലയിൽ വീണ്ടും അസ്ഥികൾ കണ്ടെത്തിയെന്ന സ്ഥിരീകരണം തെരച്ചിൽ 6 ദിവസം പിന്നിടുമ്പോൾ സാക്ഷി പറഞ്ഞ പുതിയൊരു സ്പോട്ടിൽ നിന്നുമാണ് അസ്ഥിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയത്. 11ാമത്തെ പോയിന്റിൽ നിന്നും മീറ്ററുകൾ അകലെയാണ് പുതിയ പോയിന്റ്. സാക്ഷി ഇതുവരെ ചൂണ്ടിക്കാണിച്ച പോയിന്റിൽ പെടുന്നതല്ല ഈ പോയിന്റ്. ഇന്ന് രാവിലെയാണ് സാക്ഷി പുതിയ പോയിന്റ് കാണിച്ചു കൊടുത്തത്. ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതിയിൽ മരണസംഖ്യ ഉയരുന്നു. ഉത്തർപ്രദേശിൽ 17 ജില്ല 402 ഗ്രാമങ്ങളെ വെള്ളപ്പൊക്കം ബാധിച്ചു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.